ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. അപ്പോൾ ഇന്ന് റെയ്യു ഇല്ലാതെ ഇൻട്രോ എടുക്കാൻ എന്നാണ് നിങ്ങൾ വിചാരിക്കും. നമ്മൾ ഇന്ന് റെയ്യുവിനെ പ്രാങ്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ റെയ്യുവിൻ്റെ കൽപ്പാട്ടൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ അന്നേരം അവൻ്റെ റിയാക്ഷൻ എന്താണെന്നാണ് നമ്മൾ നോക്കുക. ചിലപ്പോൾ നമ്മൾ റെയ്യു നമ്മൾ ബ്ലോഗാന്നെല്ലാം പറഞ്ഞിട്ട് ഫോൺ കാണിക്കും, അല്ലെങ്കിൽ ഫോൺ എവിടെയെങ്കിലും കാണാൻ സ്ഥലത്ത് വെച്ചിട്ട് എടുക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇത് അവൻ്റെ കൽപ്പാട്ടൽ ഇടിയുണ്ട്. അപ്പോൾ ഇതെല്ലാം അവൻ്റെ കൽപ്പാട്ടാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ ചാടൽ ഓനെ എപ്പം ഇങ്ങനെ വലിച്ചിട്ടിട്ടാണ് പോക്ക്. അപ്പോൾ നമുക്ക് പ്രാങ്ക് ചെയ്യുക. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യണം, കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണം. ഓക്കെ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ റെയ്യുവിനെ ഇപ്പം കുളിച്ച് കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ റെയ്യു ഇപ്പം വരും. നമുക്ക് എല്ലാവർക്കും വീഡിയോ കാണണം. വീഡിയോ എല്ലാവരും മുഴുവൻ കാണണേ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇന്നൊരു ബ്ലോഗാന്ന് പറഞ്ഞിട്ടുള്ളൂ അല്ലേ റെയ്യു? അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ബ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും വീഡിയോ മുഴുവൻ കാണണം. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, ബെല്ലൈക്കൺ പൊട്ടിക്കുക. റെയ്യു എപ്പോഴും വിളിച്ചാടല്ല എല്ലാ കൽപ്പാട്ട് റെയ്യും. നമുക്ക് ഗൈസ് കൽപ്പാട്ടതിന് വേണ്ടാതെ നമ്മൾ ചാടാൻ പോവുകയാണ്. കത്തിക്കാനാണ് പ്ലാനിങ്. മണ്ണെണ്ണയെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ റെയ്യു നമുക്കത് ചാടാം. എനിക്ക് കൽപ്പാട്ടൊന്നും കൊണ്ടാലോ? ഇല്ല, ഞാൻ ചാടല്ല. എന്തിനാ എപ്പം വിളിച്ചിട്ടിട്ട് ഞാൻ ചാടല ഗൈസ്. അപ്പം നമ്മൾ ഈ ചാടാൻ പോവുകയാണ്. എന്നാ ചിരിക്കൊന്നും വേണ്ട, ഞാൻ ചാടല. ഇവിടെ കത്തിക്കണ്ട, കുറച്ച് അങ്ങ് ബാഗ് കത്തിക്കാം അല്ലേ? കത്തിക്കട്ടെ. വേണോ? എല്ലാവരും ഞാൻ ചാടല. ആടുന്ന് കത്തിക്കാം. നമുക്ക് ആടുന്നാറ്റം കത്തിക്കാം. നിന്റെ ടോയ്സും എപ്പം വിളിച്ചിടല്ല. ഈ കൊത്തിയും കൂടി കത്തിക്കും. ഈ കൊത്തി എല്ലാത്തിനും പ്രശ്നം വേണ്ട. ഇത് തുണിയെടുത്ത് ഇടാക്കാം. എന്നാ കുറെ കാലം കത്തിക്കട്ട് ചപ്പലിൽ കൂട്ടും. ഞാൻ ചപ്പെടുത്തിട്. എൻ്റെ എല്ലാം ഉണ്ട് വേണം. എൻ്റെ എല്ലാം കത്തിക്കട്ടെ. അവൻ തരൂല. കത്തിക്കണം. കത്തിക്കണ്ട. എപ്പം ചാടലല്ലേ? എന്നാ ഞാൻ ചാട് തരുന്നില്ല. അത് തീപ്പെട്ടി എൻ്റെ ഉപ്പാ കാണിച്ചിട്ട് വീട് ഇട്ടിട്ട് കത്തിക്കാൻ പറ്റും. ആടാണെങ്കിൽ മാറ്റിയ എടുത്തി ഇത് എൻ്റെ കത്തിക്കല. എൻ്റെ ഉപ്പാക്ക് വീട് ഇട്ടുണ്ട്. നീ ഇതൊരു തോടുന്നില്ല. നിന്റെ തോട് കുറേ എനിക്ക് വേണ്ടാതാ. എന്ത് തരൂല? തരൂന്നില്ല. ഫസ്റ്റ് ഇവനടുത്ത് ഓടാനിരിക്കുക. പ്ലാൻ ഓൻ നോക്കി കൊടുത്ത പാവം കൊടുക്കൊന്നും വേണ്ട. ഒരേ ബെൽറ്റ് ചാടനുള്ള ഒപ്പം ബെൽറ്റ് ചാടി. എൻ്റെ ടാബില്ലേ അവൻ കത്തിക്കും. ഒന്നും വേണ്ട. ഇതിലെന്തെല്ലാം ഉള്ള ബാറ്ററി അല്ല ഒരാൾ. എൻ്റെ കട്ട എപ്പോൾ ഇടല് കത്തിച്ചിട്ടുണ്ട്. കത്തിക്കൂല അല്ലേ? എപ്പം പറഞ്ഞു വെറുതെ അറിയാം. അത് കുറേ ബുക്കുണ്ട്. കുറേ ബുക്കുണ്ട് അവൻ്റെ സ്കൂളിൽ. അവൻ പഠിക്കുന്നൊന്നുമില്ല. നാവും കൂടി കത്തിക്കാണ്. തീപ്പെട്ടി എടുത്ത് തീപ്പെട്ടി എടുത്തിരുമ്പോ ആപ്പി അത് ഉമ്മാനെ എടുത്തുണ്ടാവും. വേഗോ എടുത്തിരുമ്പോ ഇന്ന് ചിരിക്കുന്നു. ഇന്ന് എല്ലാവർക്കും ചിരിക്കുക. അവർക്കെല്ലാം ചിരിക്കുമ്പോൾ സന്തോഷം. ഇതെല്ലാം കത്തി. ഈ കൊട്ടയും കൂടി കത്തിച്ചാലോ? കൊട്ട കത്തിക്കണം. വേണ്ടണോ? എനിക്ക് കരച്ചിൽ വരുന്നുണ്ട്. എന്ത് ഞാൻ താഴ്ച എടുത്തോടാനായിട്ട് നോക്കി. നീ ഓടും. നോക്കണ്ട. ഞാൻ അപ്പണം പിടിച്ചു. വെറുതെ ആരണ്ട. ഞാൻ ഉള്ളിൽ തരും. എനിക്ക് കത്തിച്ച് ഓടാനായി. ഉള്ളിൽ പോയിക്കോ. ഉള്ളിപ്പോ കഴിയുന്നുണ്ട്. അപ്പൊ നമ്മള് പ്രാങ്ക് ചെയ്തിരിക്കുകയാണ്. എന്താണ് ഈ പറയാനുള്ള പ്രാങ്കിനെ കുറിച്ച്? റീ എന്തെല്ലാം പറഞ്ഞ? അന്ന പ്രാങ്ക് ചെയ്യാൻ പറ്റൂലേ? ഒലക്ക എനിക്ക് പറ്റാന്നെല്ലാം പറഞ്ഞ കരിയുന്ന. അയ്യയ്യേ, കരഞ്ഞില്ല. പ്രാങ്ക് ചെയ്തില്ല എന്നാ. അയ്യോ, പ്രാങ്ക് ചെയ്തല്ലേ? മൊത്തം
കുത്തിക്കല അടിക്കാനുള്ള തോന്നുന്നല്ലേ ദേഷ്യം പിടിച്ചിട്ടേ ഉള്ള നോക്കിയാ ആടെ നോക്കി ട്രെയിൻ റിയാക്ഷൻ നോക്കിയാ ട്രെയിൻ ഇപ്പം എന്നാ കളിക്കാൻ പ്രാങ്ക് ചെയ്തില്ലേ നീ എന്നാ പറഞ്ഞ പ്രാങ്ക് ചെയ്യില്ലെന്നാ എന്നാ പറയാനുള്ള എന്നാ അവരോട് പറയാനുള്ള ഈ പ്രാങ്കിനെ കുറിച്ചിട്ട് കരിയില്ല എന്നാ പറയാനുള്ള ഈ പ്രാങ്കിനെ കുറിച്ചിട്ട് പ്രാങ്ക് ആയിട്ടില്ല കരഞ്ഞില്ല ദേഷ്യം പിടിച്ചില്ല അവർ ചോദിക്കും ഇപ്പോൾ ദേഷ്യം പിടിച്ച് നിക്ക് പറ ഒന്നും പറയാണ്ടിരിക്കില്ല അവരോട് പറയണ്ടേ നീ പറ അവരോട് പറയടാ അവരോട് പറ അവൻ ചോടി പിടിക്കില്ല അവരോട് പറ എന്നാ പ്രാങ്ക് ഇഷ്ടമായി പ്രാങ്ക് ഇഷ്ടമായ അവരോട് പറ ആളെ നോക്കിയിട്ട് പറ പ്രാങ്ക് ഇഷ്ടമായി ഇഷ്ടായ അവനക്ക് ഇഷ്ടായി കൊറേ കരഞ്ഞ് ഇനിയും പ്രാങ്ക് ചെയ്യും കണ്ണ അടിക്കറേ അപ്പൊ എന്താ പറയാനുള്ള ഇനി എന്നെ പ്രാങ്ക് ചെയ്യുക ഇവനെ എന്നെ പ്രാങ്ക് ചെയ്യൂല ഇവനും അവൻ്റെ ഉമ്മ ഉണ്ടാവും അവൻ്റെ പ്രാങ്ക് അപ്പോൾ എന്തായാലും പ്രാങ്ക് ചെയ്യാൻ തോന്നും ഞാൻ എന്നെ പ്രാങ്ക് ചെയ്യാനൊന്നും പറ്റൂലേടാ ഇന്ന് നമുക്ക് വേണ്ടി കൊടുക്കാം എന്ത് വാ വേണ്ടി കൊടുക്കാം വാ പറ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വേണ്ടേ ബെല്ല് അടിച്ചു പൊട്ടിക്കണ്ടേ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണ്ടേ ഇങ്ങനെ അടിച്ചു പൊട്ടിക്കണ്ട അല്ലേ അവൻ ചോട്ടു അപ്പൊ ബെല്ലേക്ക് അടിച്ചു പൊട്ടിക്കണ്ടേ അപ്പൊ എല്ലാരോടും ബൈ പറഞ്ഞേ റെയ് കരിയുന്നത് ആരും ഒന്നായിട്ട് കൂട്ടരുത് അതൊരു പ്രാങ്ക് ആയിട്ട് മാത്രമേ കൂട്ടാൻ പാടുള്ളൂ